ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ആക്ഷൻ മൂവിയാണ്. ഇതിലെ ഹീറോ എന്ന് പറയുന്നത് 60 വയസ്സായ ഒരു മുത്തശ്ശിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, അയ്യേ 60 വയസ്സായ മുത്തശ്ശി, അവരെ കൊണ്ട് എന്ത് ആക്ഷൻ ചെയ്യിപ്പിക്കാനാ എന്നാ നിങ്ങൾക്ക് തെറ്റി. ഈ 60 വയസ്സായ മുത്തശ്ശി ഉണ്ടല്ലോ, ആളൊരു സൈനൈഡാണ്, തൊട്ടാച്ചാവും. മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ സ്നേഹം, വാത്സല്യം, കരുണ ഇതൊക്കെയല്ലേ നമുക്ക് ഫീൽ ആവുക. എന്ന ഈ മുത്തശ്ശി ഉണ്ടല്ലോ, ഇതിനൊരു മനസാക്ഷി ഇല്ലാന്നേ, കരുണയില്ല, ദയയില്ല, മനസ്സൊരുമാതിരി കല്ല് പോലെയാണ്. ആളുകളുടെ പച്ച ഇറച്ചി കീറി പൊളിക്കാനായിട്ട് ഇവർക്ക് യാതൊരു മടിയില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി ഇങ്ങനെ ആയി മാറിയത്? ആരാണ് ഈ ഒരു മുത്തശ്ശി? അവരെന്തിനാ ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത്? അപ്പൊ ഈ ഒരു കാര്യമെല്ലാം നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയി തന്നെ കേൾക്കാം. അതുപോലെ കഥയുടെ അവസാനം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് പോകാം. നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രി. ഇപ്പൊ ആ സ്ട്രീറ്റിലൂടെ ഒരു പെൺകുട്ടി തനിയെ നടന്നു വരികയാണ്. ശരീരം ആകെ തളർന്ന് തണുത്ത് വിറച്ച് അല്പനേരം അവൾ മുന്നോട്ടേക്ക് നടന്നപ്പോഴേക്കും അവിടെ കുഴഞ്ഞു വീഴുകയാണ്. എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. തണുത്ത് മരവിച്ച് അവൾ മരിക്കും എന്നൊരവസ്ഥ വന്ന സമയത്ത് പെട്ടെന്ന് അതിലൂടെ ഒരു ജീപ്പ് ക്രോസ് ആയി പോവാണ്. എന്നാൽ പോയ ജീപ്പ് അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. അവളെ പിന്നീട് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനുശേഷം ആ പെൺകുട്ടി കണ്ണു തുറക്കുമ്പോൾ ഒരു റെസ്റ്റോറന്റിലായിരുന്നു. അവളുടെ തൊട്ടടുത്ത് തന്നെ ഒരാളുണ്ടായിരുന്നു. ആ ആള് അവളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പേര്? അപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, ലീക്ലോ. നമുക്ക് എളുപ്പത്തിന് അവളെ സാൻഷി എന്ന് വിളിക്കാം. എന്തായാലും അവളെ രക്ഷിച്ച ആള്, അയാളുടെ പേര് റേ യു എന്നാണ്. റേ യു ഇപ്പോ അവൾക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. നല്ല ആർത്തിയോടുകൂടി അതെല്ലാം വാരി വലിച്ചവള് കഴിക്കുകയാണ് ഇപ്പോ. എന്നിട്ട് റേ അവളോട് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, തൽക്കാലം നീ ഇവിടെ ഒരു ജോലി ചെയ്തു നിന്നു. അങ്ങനെ റേ പറഞ്ഞതുപോലെ തന്നെ സാൻഷി അവിടെ കുറച്ച് ദിവസം ജോലി ചെയ്ത് അവിടെ തന്നെ താമസിക്കുകയാണ്. എന്നാൽ പലപ്പോഴായിട്ട് സാൻഷി ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ഹോട്ടലിൽ റേ അധിക ദിവസം ഉണ്ടാവാറില്ല, വല്ലപ്പോഴൊക്കെ വന്നു പോകും. എന്നാൽ മുതലാളി എങ്ങോട്ടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു, ഈ കാര്യമൊന്നും സാൻഷി അയാളോട് ചോദിക്കാൻ നിൽക്കുന്നില്ല. മാത്രമല്ല ഇടയ്ക്ക് റേ വന്നിട്ട് സാൻഷിയോട് ചോദിക്കും, നിനക്ക് ഇവിടെ ഓക്കെ അല്ലേ, നീ ഹാപ്പി അല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ തന്നെയാണ് നീ. എന്തായാലും സാൻഷിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയാണ്. അവൾക്കും ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നല് അവൾക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം പോവാണ്. ഒരു ദിവസം ഇവരുടെ ഈ ഒരു ഹോട്ടലിലേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരനുണ്ടായി. പക്ഷെ ഇയാൾ വന്ന സമയത്ത് തന്നെ നമ്മുടെ സാൻഷിയെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നോക്കുന്നുണ്ട്. സാൻഷിക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അധികം മുഖം കൊടുക്കാതെ അവിടുന്ന് മാറി നടക്കുകയാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഹോട്ടലെല്ലാം ക്ലോസ് ചെയ്തു. ഇപ്പോ റിയോ അവന്റെ വീട്ടിലേക്ക് പോവാണ്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സാൻഷി ഉറങ്ങാൻ കിടക്കാൻ നിൽക്കുന്ന സമയത്ത് ആ അമേരിക്കൻ പട്ടാളക്കാരൻ രാത്രി ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ അയാളെ കണ്ടപാടിന് സാൻഷി പറയുന്നുണ്ട്, അയ്യോ കട ക്ലോസ് ആയി, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് അയാൾ ഇവിടെ ഇല്ല, അയാളുടെ വീട്ടിലാന്ന് പറയണം. ഇതേ നേരം തന്നെ ആ പട്ടാളക്കാരൻ പറയണം, എനിക്കും അത് തന്നെയാ വേണ്ടത്, നമുക്ക് എന്തായാലും കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്കാന്ന് പറയണം. എന്നാൽ അവന്റെ ഉദ്ദേശം എന്താന്ന് സാൻഷിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സാൻഷി പറയണം, നിങ്ങൾ മര്യാദക്ക് പുറത്തു പോയിക്കോ, ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ലാന്ന് പറയണം. ഇപ്പൊ ഈ പട്ടാളക്കാരൻ പറയണം, നീ എങ്ങനത്തെ സ്ത്രീ ആയാലും ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നിട്ടേ പോവുള്ളൂ. പിന്നീട് ഇയാൾ ബലമായിട്ട് തന്നെ സാൻഷിയെ പിടിക്കാൻ നോക്കുകയാണ്. പരമാവധി അയാളുടെ കയ്യിൽ നിന്നും കുതിരി ഓടാൻ ശ്രമിച്ചെങ്കിലും മാരകമായിട്ട് തന്നെ അയാൾ സാൻഷിയെ ഉപദ്രവിക്കുകയാണ്. പട്ടാളക്കാരുടെ ബൂട്ടൊക്കെ അറിയാലോ, അത് വെച്ച് അവളെ ചവിട്ടി കൂട്ടുകയാണ്. പിന്നീട് ബലമായിട്ട് തന്നെ അവളെ റേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ സാൻഷി എന്താക്കി, ഒരു നീണ്ട ഇരുമ്പിന്റെ കമ്പി അവിടെ ഉണ്ടായിരുന്നു. അവളൊന്നും നോക്കിയില്ല, എടുത്തിവന്റെ വായിലേക്ക് കുത്തി അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. തലയുടെ പിറകിലൂടെ കമ്പി പുറത്തേക്ക് വന്ന് സ്പോട്ടിൽ തന്നെ ഇയാൾ ചത്തുപോവാണ്. പേടിച്ച് വിറച്ചുപോയ സാൻഷി കുറച്ചുനേരം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് റേ വരുന്നത്. റേ കണ്ടപാടിന് സാൻഷി അയാളുടെ കാല് പിടിച്ച് കരയാണ്, നിങ്ങളുടെ സുഹൃത്തിനെ അറിയാതെ കൊന്നുപോയതാണ്, എങ്ങനെയൊക്കെയാ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് റേ പറയാണ്, നീ പേടിക്കണ്ട, ഇവനെ ഞാൻ തന്നെ കൊല്ലാൻ നിൽക്കുകയായിരുന്നു, കാരണം ഇവന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും നീ അത് ചെയ്തല്ലോ, നീ പേടിക്കണ്ടെന്ന് പറയണം. ഈ സമയത്ത് സാൻഷി ആകെ ഞെട്ടിപ്പോയി. റേയു നിങ്ങൾ എന്ത് ഈ പറയുന്നതെന്ന് സാൻഷി അയാളോട് ചോദിക്കുമ്പോൾ എന്താണ് റേയു ചെയ്യുന്നതെന്നും അയാളുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നാട്ടിൽ ഒരുപാട് പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, എന്ത് ചെറ്റത്തരവും തെമ്മാടിത്തരവും കാണിച്ചിട്ട് അവർക്ക് ഈസി ആയിട്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. പണം, സ്വാധീനം ഇതെല്ലാം ഉപയോഗിച്ച്. അപ്പൊ പാവപ്പെട്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും വേണ്ടേ? അതിനായിട്ടാണ് ഞങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള അസാസിൻ ഗ്രൂപ്പ്. ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവര് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ ഞങ്ങൾ വിടില്ല, ക്രൂരമായിട്ട് ഞങ്ങൾ കൊന്നുകളയും. കുറച്ചധികം വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഈ ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഈ കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ ഈ രഹസ്യം ഞാനിപ്പോ നിന്നോട് പറഞ്ഞല്ലോ, ഇനി നിനക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു അസാസിനേഷൻ ഗ്രൂപ്പിൽ നീ ചേരുക. ഒട്ടും അടിക്കാതെ തന്നെ സാൻഷി രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതായത് ആ ഗ്രൂപ്പിലെ ഒരു ലേഡി അസാസിനായിട്ട് തന്നെ സാൻഷി മാറുകയാണ്. അവൾക്ക് ആദ്യമായിട്ട് ഒരു ജോലി കിട്ടുന്നുണ്ട്. ഒരുത്തനെ തട്ടാൻ തന്നെ അവളിപ്പോ ഒരു ബാത്റൂമിൽ വെയിറ്റ് ചെയ്യാണ്. ഒരുത്തനെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ അവൻ ആ ഒരു ടോയ്ലറ്റിലേക്ക് വരികയാണ്. ഒരു കരുണ കാണിക്കുന്നില്ല കേട്ടോ. വളരെ ബ്രൂട്ടലായിട്ട് തന്നെ സാൻഷി അവനെ കൊന്നുകളയാണ്. ഇതുപോലെ ഒരുപാട് കേസുകൾ, ഒരുപാട് എണ്ണത്തിനെ അവൾ കാച്ചിക്കളയാണ്. അങ്ങനെ ആ ടീമിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസാസിനായിട്ട് സാൻഷി മാറുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ, കുറച്ചൊന്നുമല്ല കുറച്ചധികം
കടന്നു പോവാണ്. 40 വർഷം കഴിഞ്ഞ് ഇപ്പൊ കൊറിയയിലെ തന്നെ ഒരു മെട്രോ ട്രെയിൻ കാണിക്കുന്നുണ്ട്. കുറെ യാത്രക്കാരുണ്ട്, അത്യാവശ്യം റഷ് ആണ്. അപ്പൊ ആ ഒരു ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാള്, ഇയാൾ വളരെ മോശമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ്. തെറി പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ അടുത്ത് തുപ്പി വരെ ഇടുന്നുണ്ട്. ഇയാളുടെ ആ ഒരു മട്ടും ഭാവം കണ്ടിട്ട് ബാക്കി ആരും പ്രതികരിക്കുന്നില്ല കേട്ടോ. എന്നാൽ ഇതേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ഫോട്ടോ നോക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ മോശമായിട്ട് ആൾക്കാരോട് പെരുമാറുന്ന ആ ആളുണ്ടല്ലോ, അയാളുടെ ചിത്രമായിരുന്നു. ഇപ്പൊ ഈ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിൻ നിർത്തി എല്ലാവരും ഇറങ്ങുകയാണ്. ഇതിനിടയിൽ ആ പ്രായമായ സ്ത്രീ അവരുടെ ഹെയർ പിൻ എടുത്ത് പതിയെ ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ ഇയാളുടെ വായിന്ന് നൊരയും പതയും വന്ന് ഇയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. ഒന്നും അറിയാത്തതുപോലെ ആ പ്രായമായ സ്ത്രീ അവിടുന്ന് പോകുന്നുണ്ട്. ആ സ്ത്രീ ആരാണെന്ന് മനസ്സിലായോ? സീക്രട്ട് അസാസിനേഷൻ ഗ്രൂപ്പിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കില്ലർ ആയിട്ടുള്ള സാൻഷി തന്നെ. സാൻഷി ഒരാളെ ടാർഗറ്റ് ചെയ്താൽ ഇപ്പൊ കൊല്ലുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഇതിനുശേഷം ഒരു ഓഫീസ് കാണിക്കുന്നുണ്ട്. ഈ ഓഫീസിൽ വെച്ചാണ് അസാസിനേഷൻ ഗ്രൂപ്പ് അവരുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇത് കൺട്രോൾ ചെയ്യുന്ന ഇതിന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ വൂജിൻ എന്നൊരാളാണ്. ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള റേയോ ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പൊ വൂജിൻ ആ ഓഫീസിലേക്ക് കടക്കുന്ന സമയത്ത് ഇതേ നേരം പുറത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുകയാണ്. സാറേ ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക, എന്റെ മോളെ അവരെല്ലാവരും കൂടെ പിച്ചി ചീന്തി കളഞ്ഞു സാറേ, ഒന്ന് സഹായിക്കുന്ന പറയുമ്പോൾ ഈ വൂജിൻ ഒന്ന് മൈൻഡ് ആക്കുക പോലും ചെയ്യാതെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പൊ ഓഫീസിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയെ കാണിക്കുന്നുണ്ട്. അവരുടെ പേര് ഇയോൺ എന്നാണ്. ഇയോന്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ഗ്രൂപ്പിലെ മറ്റൊരു അസാസിൻ ഉണ്ട്. അയാളുടെ പേര് ജാങ് ബൈ എന്നാണ്. ഇപ്പൊ ജാങ് ബൈക്ക് ഒരു സ്ത്രീയെ കൊല്ലാനായിട്ടുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാങ് ബൈക്ക് അത് തീരെ ഇഷ്ടാവുന്നില്ല. ഇതേ നേരത്താണ് വൂജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. വൂജിനോട് തന്നെ അവൻ ഈ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയാണ്. വൂജിനെ എന്താ അവിടെ നടക്കുന്നത്? ഞാൻ എന്തിനാണ് ആ ഒരു സ്ത്രീയെ കൊല്ലുന്നത്? ആ സ്ത്രീയും ഭർത്താവും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എന്നിട്ട് അവളുടെ ഭർത്താവാണ് അവരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ എന്ത് ന്യായാണ്? ഇതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്? നമ്മൾ ഇത് കേട്ടപ്പോൾ വൂജിൻ പറയാണ്, പൊന്നു മോനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ നോക്കണ്ട, നമുക്ക് കാശ് ആവശ്യമാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഈ മിഷൻ നീ ചെയ്തേ മതിയാവുള്ളൂ. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ജാങ് ബൈ അത് ചെയ്യാന്ന് പറയണം കേട്ടോ. അതായത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഈ ഗ്രൂപ്പ്, എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം, അതെല്ലാം ഇപ്പോഴുള്ള ആൾക്കാർ മറന്നിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ സാങ്ഷിയെ കാണിക്കുകയാണ്. അവൾ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൾക്ക് ആകെയുള്ള ഒരു ഡോഗാണ്. അതിന് തീരെ വയ്യാതെ കിടക്കണം. സോ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോഗിനെ എടുത്തുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ടല്ലോ, സാങ്ഷിയുടെ ആ ഒരു നായെ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു ലോക്കൽ റൗഡി, ഇയാളും ഇയാളുടെ ആൾക്കാരും കൂടെ ഒരു പാവം പയ്യനെ അടിച്ചൊരു പരുവാക്കിയിട്ട് തലയിൽ ഒരു തുണിയെല്ലാം ഇട്ട് അവരുടെ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോവാണ്. പിന്നീട് അവന്റെ തലയിൽ ആ ഒരു തുണിയെല്ലാം മാറ്റുന്നുണ്ട്. ഇപ്പൊ ആകെ പേടിച്ചു പോയ ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ, ഇനി എന്നെ തല്ലല്ലേ, എനിക്ക് വയ്യ. അവൻ നന്നായിട്ട് ഭയന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ നേരം തന്നെ ഈ ലോക്കൽ റൗഡി വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങൾ എന്തിനാ ഫോളോ ചെയ്തത്? ഈ സമയത്ത് പേടിച്ച് വിറച്ചിരുന്ന ആ പയ്യന്റെ മുഖം ആകെ അങ്ങോട്ട് മാറുകയാണ്. ഇവൻ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതോ നിങ്ങളെല്ലാവരും കൊന്ന് കൊല വിളിക്കാൻ തന്നെ. പിന്നീട് അങ്ങോട്ടേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ആ ബോസ് ഒഴികെ അയാളുടെ എല്ലാ ആൾക്കാരെയും സെക്കൻഡുകൾ കൊണ്ട് ഈ പയ്യൻ കൊന്നുകളയാണ്. അവസാനം ആ ഒരു ബോസിനെ കൊല്ലാൻ നോക്കുമ്പോൾ അയാൾ കരഞ്ഞു കാലിടുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലല്ലേ, എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ഈ നേരത്ത് ആ ഒരു പയ്യൻ പറയാണ്, അത് പിന്നെ എങ്ങനെയാ, കാശ് മേടിച്ച് കൊല്ലാൻ ഏറ്റുകഴിഞ്ഞാൽ പിന്നെ കൊല്ലണ്ടേ? മരിക്കുന്നതിന് മുന്നേ ഞാൻ ആരാണെന്ന് കേട്ടോ, ബുൾ ഫൈറ്റ്. ഇതും പറഞ്ഞ് അയാളെ കൊന്നിട്ട് ബുൾ അവന്റെ കാർ എടുത്ത് അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ ഈ ബുള്ളിനെ ഫോളോ ചെയ്ത് നമ്മുടെ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിന്റെ മാനേജർ ആയിട്ടുള്ള വൂജിൻ വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൂജിന് ബുള്ളിന്റെ കാർ കാണാൻ പറ്റുന്നില്ല. ഇത് എവിടെ പോയി എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി വരുമ്പോൾ പെട്ടെന്ന് ഈ കാർഗോ എല്ലാം എടുത്തു വെക്കുന്ന ചെറിയ ഒരു വണ്ടി ഉണ്ടല്ലോ അതുമായി വന്നിട്ട് ഈ വൂജിന്റെ കാർ തൂക്കി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. വൂജിന് ആകെ പേടിച്ചു പോയി. ഇപ്പൊ ബുള്ളി ചോദിക്കുന്നുണ്ട്, നീ ആരടാ, എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? വൂജിൻ പറയാണ്, ഞാൻ നിന്നെ ഫോളോ ചെയ്ത നിന്നൊന്നും ചെയ്യാനല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിന്നെ ഇൻവൈറ്റ് ചെയ്യാനാ. നീ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ദാ എന്റെ കാർഡ്, അങ്ങോട്ടേക്ക് വന്നാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടുന്ന് സംസാരിക്കാന്ന് പറയാണ്. ഇതിനുശേഷം സാൻഷിയെ കാണിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഷാൻസി ഇപ്പോ ആ ഒരു ഓഫീസിലേക്ക് വരികയാണ്. ഇതേ നേരം അതിന് പുറത്തു നിന്ന് കരയുന്ന ആ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഇപ്പൊ അത് വലിയ കാര്യമാക്കാതെ സാൻഷി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. കഥയുടെ ഹീറോയിനാണ് എന്ന് കരുതിയിട്ട് വലിയ മനസാക്ഷിയൊന്നും അവൾക്ക് ഇല്ല കേട്ടോ. അതൊന്നും പ്രതീക്ഷിക്കേണ്ട. മനസ്സൊക്കെ ഒരുമാതിരി കല്ല് പോലെ ആയിട്ടുണ്ട് അവളുടേത്. എന്തായാലും സാൻഷി ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവർ കാണുന്നത്. കാരണം ആള് നല്ല ഡേഞ്ചറാണ്. അതുപോലെ ഈ ഒരു ഗ്രൂപ്പിൽ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഓൾറെഡി അവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന ബുൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിക്കുകയാണ്, ഇതാരപ്പ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ മാത്രം. എന്തായാലും ഉള്ളിലേക്ക് വന്ന സമയത്തിന് സാങ്ഷി നേരെ പോയിട്ട് പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്ന ഇയോണിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതേതാണ് ആ ഒരു സ്ത്രീ പുറത്തിരിക്കുന്നത്. ഇപ്പൊ ഇയോൺ ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവരുടെ മകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ പെൺകുട്ടിയുടെ ബോസ് കുറച്ച് ഡ്രഗ്സിന്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്തോ അത് കണ്ടു. അതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. പോലീസിൽ പരാതി കൊടുക്കാൻ പോയിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ഹെൽപ്പ് ചോദിച്ചു വന്നതാണ്. പക്ഷെ അവരുടെ കയ്യിൽ കാശുമില്ല. അതുകൊണ്ട് തന്നെ മാനേജർ ഈ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? ഒരു സാധാരണ കേസ് പോലെ തന്നെ സാങ്ഷി അതിനെ നോക്കുകയാണ്.
ഇതേ നേരം മാനേജറായിട്ടുള്ള ഊജിൻ പോയിട്ട് നമ്മുടെ ബുള്ളിനോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെയാണ്, ഒരു കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളെ പോയിട്ട് തട്ടിക്കളയണം. അതുപോലെ തന്നെ നീ പുതിയ ആളായതുകൊണ്ട് ആദ്യത്തെ വർക്കിന് എന്നെ കാശ് പ്രതീക്ഷിക്കരുത്. പിന്നെ നിന്റെ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിനക്ക് നീ ഇഷ്ടപ്പെടുന്ന പൈസ ഓഫർ ചെയ്ത് വരും. ഇപ്പൊ ബുള്ളി പറയാണ്, അങ്ങനെ പറ്റില്ലല്ലോ സാറേ, ഞാനിപ്പോ ഒരു പണിയെടുത്താൽ അതിന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഈ നേരത്തെ മാനേജർ പറയണ, ബുള്ളെ നിനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. എന്താണ് ഞങ്ങളുടെ ഈ ഒരു സ്ഥലം, ഞങ്ങളുടെ പരിപാടി എന്താ മനസ്സിലാക്കിയിട്ട് നിന്നെ ഇവിടുന്ന് ജീവനോട് വിടുന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ ബുള്ളിന് ദേഷ്യം വന്ന് ഈ മാനേജറെ ടേബിളിന് ചേർത്ത് പിടിച്ച് ഇയാളുടെ വായിൽ ഒരു കമ്പി വെച്ച് കൊളത്തി പിടിക്കുകയാണ്. അത്രക്ക് ധൈര്യോ എന്നെ തീർക്കാൻ മാത്രം. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അസാസിൻസ് ഒക്കെ നേരെ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഒരുത്തനും അവന് തൊടാൻ ധൈര്യമില്ല. കാരണം എന്താ, ഈ ഒരു മാനേജറുടെ വായിൽ ഒരു കമ്പിയും വെച്ച് നിൽക്കുക. ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ മാനേജറുടെ വായ കയറിപ്പോവും. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ ബുള്ളിന്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങുന്നത്. നോക്കുമ്പോൾ എന്താ, അവന്റെ ചെവിയുടെ ഏകദേശം അടുത്ത് വരെ ഒരു പിന്നങ്ങനെ വന്നു നിൽക്കുകയാണ്. നോക്കുമ്പോൾ ആരാണ്? സാൻഷി തന്നെയാണ്. സാൻഷി ഇപ്പൊ അവനോട് പറയാണ്, പുന്നാര മോനെ, മര്യാദക്ക് ആ കത്തിയെടുത്തോ, അല്ലെങ്കിൽ എന്റെ കയ്യിലെ ഈ പിന്ന് നിന്റെ ചെവിയിലൂടെ കയറി ഇറങ്ങും. നല്ല രസമായിരിക്കും. എന്തായാലും ആ സമയത്തൊന്ന് പകച്ചു പോയ ബുള്ള് വേഗം തന്നെ കയ്യിലെ ആ ഒരു കമ്പി എടുത്ത് മാറ്റുകയാണ്. ഈ ബുള്ളും ആള് ഡേഞ്ചറാണ്. അവൻ വരെ ഒരു ഇത്തിരി നേരത്തേക്ക് ഒന്ന് പേടിച്ചു പോയി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സാൻഷിയുടെ ആ ഒരു റേഞ്ച് എന്ന്. ഇതിനുശേഷം രാത്രിയിൽ മറ്റൊരു കാര്യം കാണിക്കുകയാണ്. അതായത് ഒരു കൊട്ടേഷൻ കിട്ടി ഓൾറെഡി ഇവിടുന്ന് പോയ ജാങ് ബൈ ആ ഒരു ലേഡിയെ കൊന്ന് ഇപ്പൊ റെയിൽവേ ട്രാക്കിലേക്ക് അവരുടെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തിനാണ് റെയിൽവേ ട്രാക്കിൽ ഇതുപോലെ വണ്ടി കൊണ്ടുവന്ന് വെച്ചത്? ഇതൊരു അപകടം മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു കൊലപാതകം എല്ലാം കഴിഞ്ഞ് അവൻ അതിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നേരെ ഓപ്പോസിറ്റ് അവന്റെ മകള് നിൽക്കുകയാണ്. ഇപ്പൊ ജാങ് ബൈയെ അവന്റെ മകള് വിളിക്കുന്നുണ്ട്, അച്ഛ എന്താ ഇവിടെ നടക്കുന്നത്? മാത്രമല്ല കാറിൽ കൊല്ലപ്പെട്ടെടുക്കുന്ന ആ ഒരു സ്ത്രീയും അവന്റെ മകള് കാണുന്നുണ്ട് കേട്ടോ. ജാങ് ബൈ ആകെ ഞെട്ടിപ്പോവാണ്. ഇല്ല മോളെ, ഇവിടെ ഒന്നുമില്ല, ഞാനല്ല ഇത് ചെയ്തതെന്ന് മകളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു ട്രെയിൻ വന്ന് ആ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു പോവാണ്. എന്നാൽ ആ ട്രെയിന് പോയി കഴിഞ്ഞപ്പോഴാണ് ജാങ് ബൈക്ക് മനസ്സിലായത് അവിടെ ഉണ്ടായിരുന്നത് അയാളുടെ മോളല്ല, അയാളുടെ മോളായിട്ട് തോന്നിയതാണ് മറ്റേതോ ഒരു പെൺകുട്ടിയായിരുന്നു. എന്തായാലും ഇത് കണ്ടപാടിന് ആ ഒരു പെൺകുട്ടി അവിടെ ഓടുകയാണ്. നേരെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഈ കണ്ട കാര്യമൊക്കെ അവിടെ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സാൻഷി ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊടുക്കുക. ആ സമയത്ത് ഈ കാര്യത്തിനെ കുറിച്ചുള്ള വാർത്ത ടിവിയിലൂടെ കേൾക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇതുപോലൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ ഒരു വാർത്ത. അതുപോലെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ബുള്ള് നല്ല അടിപൊളിയായിട്ട് വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് വലിയൊരു ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഏതോ വലിയ പണക്കാരനായിട്ടുള്ള ഒരാളുടെ ഓഫീസാണ്. ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ആ ഒരു ബോസിനെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ബുള്ള്. അയാളോട് പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവൻ ഈ കൊല്ലുന്ന പരിപാടിയൊക്കെ നിർത്തി നല്ല പണി തുടങ്ങിയപ്പോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവിടുത്തെ ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഷൂവിന്റെ ലൈസ് ഊരി ഇയാളുടെ കഴുത്തിൽ കുരുക്കി വലിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ്. ഇയാളെ കൊല്ലലാണ് ബുള്ളിന് കിട്ടിയ ആ ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതേ നേരം തന്നെ വാർത്തയിൽ വന്ന കാര്യങ്ങളൊക്കെ ഇയോണും അതുപോലെ മാനേജറായിട്ടുള്ള വൂജിനും കണ്ടിട്ടുണ്ട്. സോ അവരപ്പം തന്നെ സാൻഷിയെ വിളിച്ചിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, അവരുടെ ടീമിലുണ്ടായിരുന്ന ജാങ് ബൈയെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്. കാരണം അവൻ പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാവരും പിടിക്കപ്പെടും. ഇപ്പൊ സാൻഷി പറയണത് അതിന്റെ ആവശ്യമുണ്ടോ? അവൻ നമ്മുടെ കൂട്ടത്തിലെ ഒരാളല്ലേ, അവനോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ പോരെ. എന്നാൽ മാനേജർ സമ്മതിക്കുന്നില്ല കേട്ടോ, അതൊന്നും പറ്റില്ല, അവൻ എന്തായാലും കൊല്ലണം എന്ന് പറയണം. അങ്ങനെ അടുത്ത മിഷന്റെ ഭാഗമായിട്ട് സാൻഷി നേരെ പോകുന്നത് ജാങ് ബൈയുടെ വീട്ടിലേക്കാണ് അവനെ കൊല്ലാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ജാങ് ബൈ അദ്ദേഹത്തിന്റെ മകളുടെ ആ ഒരു ചിതാഭസ്മം ഉണ്ടല്ലോ അതൊരു ഭരണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മകൾ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. നേരത്തെ അയാൾ കണ്ടത് മകളുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. എന്തായാലും മരിച്ചുപോയ ആ ഒരു മകളുടെ ചിതാഭസ്മം നോക്കി വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഈ നേരത്താണ് സാൻഷി അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ ജാങ് ബൈക്ക് കാര്യം മനസ്സിലായി. അവനെ കൊന്നുകളയാൻ കൊട്ടേഷൻ കിട്ടി വന്നതാണ്. ആദ്യം വന്നപാട് സാൻഷിയോട് നല്ല രീതിയിൽ സംസാരിച്ച ജാങ് ബൈ പിന്നീട് അവരെ തൂക്കിയെടുത്ത് ഒരു ഏറും കൊടുത്ത് അവന്റെ കാർ എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. സാൻഷി വിടുവോ? ഒരു കാർ എടുത്ത് അവന്റെ പിന്നാലെ തന്നെ ചെന്ന് അവന്റെ കാർ ഇടിച്ച് തെറിപ്പിച്ചിടുകയാണ്. ആ അപകടത്തിൽ ജാങ് ബൈ പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും അവന്റെ ബോഡി ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകണം. അങ്ങനെ ബോഡി എടുക്കാനായിട്ട് ജാങ് ബൈയുടെ അടുത്തേക്ക് വന്ന സമയത്ത് അവൻ മരിച്ചതുപോലെ അഭിനയിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കത്തിയെടുത്ത് സാൻഷിയെ അറ്റാക്ക് ചെയ്യാണ്. അവൾ പുറകിലേക്ക് തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഷാർപ്പായിട്ടുള്ള ഒരു കല്ല് അവരുടെ മുതുകിൽ കയറുന്നുണ്ട്. അതിൽ പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ നേരം തന്നെ ജാങ് ബൈ എഴുന്നേറ്റ് വന്നിട്ട് സാൻഷിയെ എടുത്തിട്ട് കുത്തുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ജാങ് ബൈയെ പിന്നിൽ നിന്നും ആരോ ഒരാൾ തലക്കിട്ടടിക്കുന്നുണ്ട്. അവൻ അവിടെ വീണു പോവാണ്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ബുള്ളാണ്. ബുള്ളിനെ കണ്ടപാടിനെ സാൻഷി പറയുന്നുണ്ട്, ഇതെന്റെ മിഷനാണ്, ഇതിലേക്ക് തലയിടാൻ നീ ആരടാ, ഇവിടുന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഓടിപ്പിക്കുകയാണ്. പിന്നീട് ഒരു കത്തിയെടുത്ത് നേരെ ജാങ് ബൈയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ തളർന്നു കിടക്കുന്ന ജാങ് ബൈ പറയാണ്, ഈ ഒരു ഓർഗനൈസേഷൻ ഇതിനു വേണ്ടി ഞാൻ എന്റെ ലൈഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ പോക്ക് നല്ലതല്ല എന്ന് എനിക്കറിയാം. ഒരുപാട് പാപങ്ങൾ ഞാൻ എന്റെ ഈ കൈകൊണ്ട് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്റെ മോളില്ലാത്ത ഈ ലോകത്ത് ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? സാൻഷിയുടെ കയ്യിൽ നിന്നും ആ ഒരു കത്തി മേടിച്ച് അവൻ തന്നെ സ്വയം കുത്തി മരിക്കുകയാണ് കേട്ടോ. ആ ഒരു നേരത്ത് സാൻഷിക്ക് ചെറിയൊരു വിഷമാവുന്നുണ്ട്. കുറെ കാലത്തെ പരിചയമല്ലേ. എന്തായാലും മരിച്ചുപോയ ജാങ് ബൈയുടെ ബോഡി എടുത്തുകൊണ്ട് അതെല്ലാം ഡിസ്പോസ്
ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ പ്രായമായിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ ബോഡിയൊക്കെ ഡിസ്പോസ് ചെയ്യുക. അപ്പൊ അയാളുടെ അടുത്തേക്ക് ഈ ഒരു ബോഡി കൊണ്ടേ കൊടുത്ത് ഇപ്പൊ സാങ്ഷി അവിടെ നിന്ന് തിരിച്ചു പോകണം. ആ നേരത്ത് സാങ്ഷിയുടെ പുറകിലുണ്ടായിരുന്ന ആ ഒരു മുറിവിൽ നിന്നും ഒരുപാട് രക്തം പോയിട്ട് അവരുടെ ബോധം പതിയെ പതിയെ പോവാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിൽ പോയിട്ട് നേരെ കാർ ചെന്ന് അടിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ സാങ്ഷിയുടെ ബോധം പോവാണ്. ഈ സമയത്ത് ഒരു 10-30 വർഷം മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് സാങ്ഷിയും അതുപോലെ തന്നെ റിയോ രണ്ടുപേരും കൂടെ ഒരു വലിയ ക്രിമിനൽ ഗ്യാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. രണ്ടുപേരും ആ ഒരു വലിയ ഗ്യാങ്ങിനെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പോരാടി തോൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സാങ്ഷിയും റേയും കൂടെ റേയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവന്റെ ഭാര്യയും കുഞ്ഞിനെയും ആരോ വളരെ ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ്. ഇത് കണ്ട റേയോ ആകെ തളർന്നു പോകുന്നുണ്ട്. സാങ്ഷി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് ഒരു സൗഭാഗ്യം പോലെ കിട്ടിയതാണ് ഈ ഒരു ഫാമിലിയെ. ആ ഫാമിലി നഷ്ടമായപ്പോൾ അവൾക്കും ഒരുപാട് വേദനയാവുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പെയിന് അവളുടെ ഉള്ളിലുണ്ട്. എന്തായാലും സാങ്ഷി ഇപ്പൊ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. നോക്കുമ്പോൾ ഒരു ആശുപത്രിയിലായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പൊട്ടിച്ച് അവളുടെ അടുത്തുണ്ടായിരുന്ന ഡോക്ടറുടെ കഴുത്തിലേക്ക് വെക്കുകയാണ്. നോക്കുമ്പോൾ ആ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ തന്നെയായിരുന്നു. ഇപ്പൊ അയാളോട് ചോദിക്കുകയാണ്, സത്യം പറയടാ, ഞാൻ എങ്ങനെ എവിടെ എത്തിയത്? ഇപ്പൊ ആ ഒരു ഡോക്ടർ പറയണ, മാഡം നിങ്ങളിതാ തൊട്ടപ്പുറത്താണ് അപകടത്തിൽപ്പെട്ട് കിടന്നത്. ഞാൻ പിന്നീട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ വിചാരിച്ചത് എനിക്ക് മൃഗങ്ങളെ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അതുപോലെ തന്നെ മാഡം നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഒരു നേഴ്സ് ഉണ്ട്, അവരിപ്പോ വരും, അതിന് മുന്നേ ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞിട്ട് വളരെ കെയറോട് കൂടി തന്നെ സാൻഷി ഡീൽ ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് സാൻഷിക്ക് റേയുടെ കാര്യം ഓർമ്മ വരികയാണ്. കാരണം റേയും അതുപോലെ തന്നെയായിരുന്നു സാൻഷിയോട് ബിഹേവ് ചെയ്യാറ്. എന്തായാലും ആ ഒരു മുറിവെല്ലാം വെച്ച് കെട്ടി സാൻഷി നേരെ പോകുന്നത് അവരുടെ ഓർഗനൈസേഷന്റെ ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. ഇപ്പൊ അവിടെ മാനേജറായിട്ടുള്ള വൂജിൻ ഉണ്ട്. ഇയാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന സാൻഷി ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് നീ ബുള്ളിനെ അയച്ചത്? ഇപ്പൊ വൂജിൻ പറയണത്, നിനക്ക് പ്രായമായില്ലേ, അതുകൊണ്ടൊരു ബാക്ക് സപ്പോർട്ടിനായിട്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു കത്തി പെട്ടെന്ന് തന്നെ സാക്ഷി മേടിക്കുകയാണ്. ഇനി എങ്ങാനും ഇങ്ങനെയുള്ള മറ്റേ പരിപാടി എന്നോട് കാണിച്ചു കഴിഞ്ഞാൽ പൊന്നു മോനെ, നീ മാനേജറാന്ന് പോലും ഞാൻ നോക്കില്ല, കഴുത്തറുത്തിടും ഞാൻ. ഇപ്പൊ തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ സാൻഷി അവിടുന്ന് പോവാണ്. ഇപ്പൊ സാൻഷിയുടെ മുന്നിലേക്ക് വന്ന ബുള്ള് സാൻഷിയെ തടയുന്നുണ്ട്. ഇപ്പൊ സാൻഷി പറയണം, മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് മാറി നിന്നോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ബുള്ള് പറയണ, സാൻഷി നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങളൊക്കെ അറിയാലോ, പിന്നെ എന്തിനാ ആ നിയമം നിങ്ങൾ തെറ്റിച്ചത്? എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ സാൻഷി ചോദിക്കുകയാണ്, എന്ത് നിയമമാണ് ഞാൻ തെറ്റിച്ചത്? അത് പിന്നെ നിങ്ങളെ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടുത്തിയ ആ ഒരു ഡോക്ടർ, അയാൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ആ ഒരു റൂൾസ് പ്രകാരം ഉറപ്പായിട്ടും അയാളെ കൊന്നു കളയണല്ലോ. പക്ഷെ ആ ഒരു ഡോക്ടറെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് നിയമം തെറ്റിച്ചതുപോലെയല്ലേ. ഇപ്പൊ പെട്ടെന്ന് തന്നെ സാക്ഷി അവരുടെ ആ ഒരു ഹെയർ പിൻ എടുത്ത് ഇവന്റെ കഴുത്തിൽ വീണ്ടും വെച്ചിട്ട് പറയണം, എങ്ങാനും ആ ഒരു ഡോക്ടറുടെ കാര്യത്തിൽ നീ തലയിട്ടാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഒന്നുകൂടി ഒന്ന് നേരിട്ട് കാണും. അന്ന് നിന്റെ ഈ ദേഹത്തുണ്ടല്ലോ തലയുണ്ടാവില്ല. അതൊരു വെറും വാക്കല്ലാന്ന് ബുള്ളിനെ നന്നായിട്ട് മനസ്സിലായി. ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുള്ളി വിചാരിക്കാണ്, ആരാണപ്പ ഇവര് ഇത്രയും പ്രായമായിട്ടും എമ്മാതിരി പവർ? ബാക്കിയുള്ള എല്ലാ അസാസിനുകൾക്കും ഇവരെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാങ്ഷിയുടെ കുറെ ഫയൽ അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരും കാണാതെ അത് മുഴുവൻ ഈ ബുള്ള് പരിശോധിക്കുന്നുണ്ട്. ഒരുപാട് പേരെ തട്ടിയിട്ടുണ്ട് സാൻഷി. അവർക്ക് ഇതെല്ലാം ചെറിയ ചെറിയ മാറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പേരെ കൊന്നതിൽ ഒരു ചെറിയ പയ്യനെ കൂടെ ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഫയലും ഇപ്പൊ ബുള്ള അതിൽ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പയ്യൻ അവൻ ആരായിരിക്കും? എന്തായാലും അന്വേഷിച്ചൊന്ന് കണ്ടുപിടിക്കണം. എന്നെങ്കിലും സാൻഷി അവന്റെ കഴുത്തിലോട്ട് കത്തി വെക്കാൻ വന്നാൽ അവർക്ക് എതിരെയായിട്ട് അവനെ ഉപയോഗിക്കാലോ എന്നൊക്കെ ബുള്ളി വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ. ഇപ്പൊ സാൻഷി രാവിലെ തന്നെ ആ ഒരു ഡോക്ടറെ ഫോളോ ചെയ്ത് പോവാണ്. അതായത് ആ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ടല്ലോ അയാളെ തന്നെ. ഇയാളിപ്പോ ഒരു വലിയ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു ബോർഡ് പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വരുന്നവരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകണ്ട, ഇവിടെ ഉള്ളത് വെറും രാക്ഷസന്മാരാ, കാശിന് വേണ്ടി ഇവരെന്തും ചെയ്യും, മര്യാദക്കൊന്ന് ചികിത്സിക്കാൻ വരെ ഇവർക്കൊന്നും അറിയില്ല, അങ്ങനെ ആരും ഇങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാങ്ഷി ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ മകളുണ്ടല്ലോ, അവൾ സ്കൂൾ വിട്ട് നേരെ ഒരു കടയിലേക്ക് പോവാണ്. ആ കടയിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. അത് ഈ പെൺകുട്ടിയുടെ മുത്തശ്ശിയായിരുന്നു, അതായത് ആ ഡോക്ടറുടെ ഭാര്യയുടെ അമ്മ. ഇപ്പൊ ആ ഒരു കടയിലേക്ക് പേരക്കുട്ടി വന്ന സമയത്ത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കുഞ്ഞിനോട് സംസാരിക്കുകയാണ് മുത്തശ്ശി. ഇതേ നേരം നോർമൽ ആയിട്ടുള്ള ഒരു കസ്റ്റമറെ പോലെ സാങ്ഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന പാടിനെ കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പെൺകുട്ടിയും നോക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അല്ല ഈ പെൺകുട്ടിയുടെ അമ്മ അവരെ എവിടെ പോയി? അവരെ കാണാനില്ലല്ലോ ഇവിടെ. ഈ സമയത്ത് മുത്തശ്ശി ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക്, അതായത് അവരുടെ മോൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീരെ വയ്യാതെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. എന്നാൽ അവർ മര്യാദക്ക് ചികിത്സ നടത്താതെ ഒരുപാട് കാശ് മേടിച്ച് തെറ്റായി എന്തൊക്കെയോ ചെയ്ത് അവസാനം എന്റെ മോൾ അവർ കൊന്നു കളഞ്ഞു. അവളുടെ ഭർത്താവ് ഇന്ന് വരെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാര്യ മരിച്ചാല് അവന് ഒരുപാട് വിഷമമുണ്ട്. ഈ മോളെ ഇപ്പോ അവൻ ഒറ്റയ്ക്കാ നോക്കുന്നത്. അതായത് ആ ഒരു വെറ്റിനറി ഡോക്ടറുടെ കാര്യം പറയുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ സാൻഷിയുടെ ഉള്ളിൽ ചെറിയൊരു മനുഷ്യത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വിചാരിക്കുകയാണ്, ആ ഒരു ഡോക്ടർ പാവാണ്, ആകെ ഒരു മോളയല്ലോ, അതുകൊണ്ട് അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല. സാൻഷി ഈ ഡോക്ടറുടെ പിന്നാലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? ബുള്ള് കാണുന്നുണ്ട്.
അപ്പൊ ബുള്ളിന് മനസ്സിലായി ഒരിക്കലും സാങ്ഷി ഡോക്ടറെ കൊല്ലാൻ പോകുന്നില്ല എന്ന്. അപ്പൊ ഈ കാര്യം എന്തായാലും മാനേജറോട് പറയണല്ലോ. അപ്പൊ മാനേജറോട് ബുള്ള് പോയിട്ട് ചോദിക്കാണ്, അല്ല ഈ പ്രായമായിട്ടുള്ള സ്ത്രീ എന്തിനാണ് ഇപ്പോഴും ഈ ഒരു ഓർഗനൈസേഷനിൽ വെച്ചുകൊടുക്കുന്നത്, അവരങ്ങോട്ട് ഡിസ്മിസ് ചെയ്തൂടെ? ഇത് കേട്ടപ്പോ മാനേജർ വൂജിൻ ഒന്നും പുച്ഛത്തിൽ ചിരിച്ചിട്ട് പറയാണ്, ഡാജക്ക നിനക്കറിയോ ആരാണ് ആ സ്ത്രീ എന്ന്? ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള റേയു അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. അയാൾ ഒന്നും നോക്കിയില്ല, ഒറ്റയ്ക്ക് ആ രാത്രിയിൽ തന്നെ നേരെ ആ കൂട്ടത്തിലേക്ക് ചെന്ന് അതിൽ ഒരുപാട് എണ്ണത്തിനെ കുത്തി മലത്തിയിട്ടു. പക്ഷെ അത്ര ആളുണ്ടായോണ്ട് റേയുന് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, അവനും കുത്തി ഏൽക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് സാൻഷി എത്തുന്നത്. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതിയിട്ട് അവളെ കൂട്ടാതെയായിരുന്നു റേയു അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയ സാൻഷി അവളാണ് റേയുവിന് വേണ്ടി ആ പ്രതികാരം പൂർത്തിയാക്കിയത്. എല്ലാത്തിനെയും അവൾ കൊന്നുകളയാണ്. കാരണം അത് അവളുടെ കൂടെ കുടുംബമായിരുന്നു. അന്ന് സാൻഷി ആ കാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത്. പല ക്ലയന്റും ഇങ്ങോട്ടേക്ക് വരുന്നത് സാൻഷിയെ ചോദിച്ചുകൊണ്ടാണ്. ഇനി പറ ബുള്ളെ, അവരെ ഡിസ്മിസ് ചെയ്യണോ? നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും അവർ ഒഴിവാക്കണം? ഇപ്പൊ ബുള്ള് തലയാടുന്നുണ്ട് വേണ്ട എന്ന്. ബുള്ളിന് കാര്യം മനസ്സിലായി, സാൻഷി ഇല്ലാതെ ഈ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ മുന്നോട്ടേക്ക് പോകില്ല. അതുപോലെ ആ ഒരു വെറ്റിനറി ഡോക്ടർ, അയാളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനായിട്ട് ബുള്ള് ഒക്കെ ആയിരുന്നില്ല. കാരണം അയാൾ കൊന്നിട്ടില്ലെങ്കിൽ അത് ഇവരുടെ ഓർഗനൈസേഷൻ വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോ സാൻഷി എന്ത് ചെയ്താലും കുഴപ്പമില്ല, അയാൾ എന്തായാലും ഇന്ന് രാത്രി തന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് ബുള്ള് നേരെ അയാളുടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരു അവസരം കിട്ടിയാൽ കൊല്ലാനായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ എന്തോ ആ ഒരു ഡോക്ടറുടെ ഭാഗ്യത്തിന് പെട്ടെന്നൊരു സ്ത്രീ അവരുടെ ഒരു പൂച്ചയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്തായാലും ആ സമയത്ത് ഈ ഡോക്ടറെ കൊല്ലുന്നത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലായ ബുള്ള് പതിയെ അവിടുന്ന് പോവുകയാണ്. പിന്നീട് ഈ ഒരു ഡോക്ടറുടെ മകളുണ്ടല്ലോ, അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ബുള്ള് കാണാൻ പോകും. അതായത് അവളുടെ മുത്തശ്ശിയുടെ കടയിൽ വെച്ച് കാണും, സംസാരിക്കും. ഈ കാര്യങ്ങൾ സാക്ഷി കാണുന്നുണ്ട് കേട്ടോ. അവൾക്ക് കാര്യം മനസ്സിലായി, ഇവന്റെ ഉള്ളിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. പിന്നീട് ബുള്ള് പോയപ്പോ അവന്റെ പിന്നാലെ തന്നെ സാക്ഷി വരുന്നുണ്ട്. അവനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ ഉദ്ദേശം? ഇപ്പൊ ബുൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അതായത് സാക്ഷി, നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പോ പുതുതായിട്ടാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളാണ്. അപ്പൊ ഇവിടുത്തെ നിയമങ്ങൾ ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എന്റെ കടമയാണ്. കാരണം എന്റെ നിലനിൽപ്പ് അത് ഈ ഓർഗനൈസേഷന്റെ നിലനിൽപ്പാണ്. നമ്മുടെ ഗ്രൂപ്പിന് എന്തെങ്കിലും പറ്റിയാൽ ഞാനും പെടും. സോ ഡോക്ടറുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം നിങ്ങൾ വേഗം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് പറഞ്ഞ് ബുള്ള അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ സാൻഷിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ശരിയാണ്, അവരുടെ ഒരു ഓർഗനൈസേഷൻ അതിന്റെ നിയമപ്രകാരം ഒരിക്കലും ഡോക്ടറെ ജീവനോടെ വെക്കാൻ പാടില്ല എന്ന് കരുതി അതുപോലെ ഒരു പാവം മനുഷ്യനെ കൊല്ലാനും പറ്റുമോ? മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തീരെ അങ്ങോട്ട് ഇല്ലാതായിട്ടില്ല സാൻഷിക്ക്. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് അന്ന് കുത്തയേറ്റെങ്കിലും റേ അപ്പത്തന്നെ മരിച്ചിട്ടില്ലായിരുന്നു. അവനുമായിട്ട് നേരെ സാൻഷി വീട്ടിലേക്ക് വരികയാണ്. ഈ നേരത്ത് റേയു സാൻഷിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കാൻ നിൽക്കണ്ട. നമ്മളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അവരെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ ആ വേദന നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ അധികം വൈകാതെ ഞാൻ മരണപ്പെടും. എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല. എന്റെ ഭാര്യയും കുഞ്ഞുമില്ലാത്ത ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സോ ഈ മരണം അതെനിക്ക് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അതിലെനിക്ക് യാതൊരു സങ്കടവും ഇല്ല എന്ന് പറയാണ്. പിന്നീട് ആ ഒരു ഗ്രൂപ്പ് അതിന്റെ കാര്യങ്ങൾ എല്ലാം സാൻഷിയോട് തന്നെ നോക്കി നടത്താൻ പറയുന്നുണ്ട്. നീതി കിട്ടാത്ത ആൾക്കാർക്ക് നീ തന്നെ നീതി മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് അന്ന് സാൻഷിയോട് റേയോ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരാളെയും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടാൻ പാടില്ല, ആരുമായിട്ട് അടുക്കാൻ പാടില്ല. ഈ ഒരു ജോലി ചെയ്യുന്നവർക്ക് അതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. പക്ഷേ എങ്ങനെയോ അറിയാതെ നമ്മുടെ സാൻഷിക്ക് ആ ഒരു ഡോക്ടറോടും അദ്ദേഹത്തിന്റെ മകളോടും ആ ഒരു മുത്തശ്ശിയോടൊക്കെ ഒരു ഇഷ്ടം, ഒരു അടുപ്പം വന്നുപോയി. അതുകൊണ്ട് അവരെ കൊല്ലാനും പറ്റുന്നില്ല. പക്ഷേ സാൻഷി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. പാവം ആ ഒരു ഡോക്ടർ, അവരുടെ മരിച്ചുപോയ ഭാര്യ, ഇവർക്ക് എന്തായാലും നീതി മേടിച്ചു കൊടുക്കണം. മരിക്കുന്നതിന് മുന്നേ റേയോ പറഞ്ഞ ഒരു കാര്യം അതിപ്പോഴും അവളുടെ മനസ്സിലുണ്ട് കേട്ടോ. ഇത് അവർ തുടങ്ങിയത് തന്നെ പാവപ്പെട്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പിറ്റേ ദിവസം തന്നെ സാൻഷി നേരെ ചെല്ലുന്നത് ആ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞ് ബോംബിട്ട് അതങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അപ്പൊ അവരൊച്ചയും ബഹളമൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട്. കൂട്ടത്തിൽ അതിന്റെ ഓണറും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു ബഹളത്തിനിടയിൽ സാൻഷി എന്ത് ചെയ്തു, അവളുടെ ഒരു ഹെയർ പിൻ എടുത്ത് ഇയാൾക്കിട്ട് നൈസായിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അതിൽ വിഷയമുണ്ടായിരുന്നു. ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വെറ്റിനറി ഡോക്ടർ കാണുകയാണ്. അതുപോലെ തന്നെ സാൻഷി അവിടുന്ന് പോകുന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ ഓണർ അയാൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവിടെയുള്ള ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ വെറ്റിനറി ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. മാത്രമല്ല അയാളുടെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നുകയാണ്. അയാൾക്കും അയാളുടെ മരിച്ചുപോയ ഭാര്യയ്ക്കും ഇപ്പൊ നീതി കിട്ടിയല്ലോ. ആ സന്തോഷത്തിൽ ആ മനുഷ്യൻ അവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയായപ്പോൾ സാൻഷിക്ക് അടുത്ത ആളെ കൊല്ലാനുള്ള കൊട്ടേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ സാൻഷി ഇത് നോക്കിയപ്പോൾ മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ പാവം വെറ്റിനറി ഡോക്ടർ ആയിരുന്നു. സാൻഷി അപ്പൊ തന്നെ മാനേജറോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പാവം മനുഷ്യനെ കൊല്ലുന്നത്, അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ മാനേജർ പറയാണ്, ഞാൻ നിനക്കൊരു കാര്യം, ഒരു ജോബ് തന്നു കഴിഞ്ഞാൽ അതെന്തായാലും നീ ചെയ്യണം, അതല്ലാതെ നിനക്ക് വേറൊരു വഴിയില്ല എന്ന് പറയാണ്. മാനേജർ പിന്നീട് പോകുന്നുണ്ട്. ഇപ്പൊ സാൻഷിക്ക് ഒരു സംശയം തോന്നുകയാണ്, ആ പാവം വെറ്റിനറി ഡോക്ടറെ കൊല്ലാൻ മാത്രം ആർക്കാണ് ദേഷ്യം, ആരായിരിക്കും ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവുക? എന്തായാലും ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇയോന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇയോൺ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാൾ വന്ന് നല്ല കാശ് ഓഫർ ചെയ്തതിന്റെ പേരിലാണ് മാനേജർ ഈ ഒരു കേസ് ഏറ്റെടുത്തത്. എന്തായാലും പണക്കാരനായിട്ടുള്ള ആ ആളുടെ ഡീറ്റെയിൽസ് തപ്പിപ്പിടിച്ച് സാൻഷി അയാൾ തേടി
തേടി പോവാണ്. അങ്ങനെ അവസാനം അയാളെ കണ്ടുപിടിച്ചു കേട്ടോ. എന്നാൽ അയാൾ ഇപ്പൊ ഉണ്ടായിരുന്നത് ഒരു ലോക്കൽ ബാറിൽ നല്ല മാട്ട കള്ളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ തന്നെ സാക്ഷിക്ക് മനസ്സിലായി ഇയാൾ ഒരു പണക്കാരന്റെ വേഷം കെട്ടി വെറുതെ വന്നതാണ്. ഇയാളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചത് മറ്റാരുമാണ്. നല്ല രീതിയിൽ ചോദിച്ചാൽ ഇവന്മാരൊന്നും മറുപടി പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കയ്യാങ്കളി എന്നെ വേണ്ടി വന്നു. ഇറച്ചിയിൽ നല്ല രീതിയിൽ മണ്ണ് പറ്റിയപ്പോ അവൻ തത്ത പറയുന്നത് പോലെ പറയാണ്. അവനെ കൊണ്ട് ഈ കാര്യം ചെയ്യിപ്പിച്ച ആളുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. സാക്ഷി ആ നമ്പർ മേടിച്ച് നേരെ വിളിക്കുകയാണ്. ഫോൺ എടുത്തത് മറ്റാരുമായിരുന്നില്ല, നമ്മൾ വിചാരിച്ചതുപോലെ ബുള്ള് തന്നെയാണ്. സാക്ഷി ചോദിക്കുകയാണ്, എന്തിന് നീ ആ ഒരു പാവൻ ഡോക്ടർ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നത്? നിനക്ക് അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ ബുള്ള് പറയണത്, സാക്ഷി എന്തായാലും നമുക്ക് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാം. എവിടെ വെച്ചാൽ നമ്മൾ മീറ്റ് ചെയ്യാം? എന്തായാലും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് രണ്ടുപേരും അവിടെ എത്തി സംസാരിക്കുകയാണ്. ഇപ്പൊ ബുള്ളിനോട് സാക്ഷി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇത്രയും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങനെ അവസാനം ബുൾ ആ ഒരു കാര്യം പറയാണ്, ഞാൻ ഇങ്ങനെ ആകാൻ കാരണക്കാരി അത് നിങ്ങളാണ് സാക്ഷി. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ കഴിയോ? എന്നാൽ സാക്ഷിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ഇവനെ പോലെ ഒരുത്തിന് ഉണ്ടാവാൻ ഞാൻ കാരണമാകുന്നത്? ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ലേഡീസ് എന്തോ പരിപാടിയുടെ ഭാഗമായിട്ട് കുറേയധികം ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വന്ന ആ ഒരു പൂമ്പൊടി ഇവന്റെ മൂക്കിലേക്കായിട്ട് പെട്ടെന്ന് തന്നെ ബുള്ളിന് അലർജി വന്ന് ശ്വാസം കിട്ടാതാവാണ്. അവൻ വേഗം തന്നെ അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് സാക്ഷിക്ക് ചില സംശയങ്ങൾ തോന്നി. അവൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ട് അവൾ പഴയ ചില ഫയലുകൾ പരിശോധിക്കുന്നുണ്ട്. കുറെ വർഷമായില്ല ഈ പരിപാടി തുടങ്ങിയിട്ട്, ഒരുപാട് പേരെ തട്ടിക്കളഞ്ഞിട്ടുണ്ടല്ലോ. സോ അതിൽ ഒരാളുടെ ഫയൽ എടുത്ത് നോക്കുകയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരാളെ കൊല്ലാനായിട്ട് സാക്ഷി അയാളുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ആൾക്ക് ഭാര്യ ഇല്ലായിരുന്നു, ഭാര്യ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നു. പിന്നീട് ആ പയ്യൻ ഒരു ദിവസം സ്കൂളിൽ പോയ സമയം നോക്കി എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ സാക്ഷി അയാളെ കൊന്നു കളഞ്ഞു. ഇതേ നേരത്താണ് ആ പയ്യൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. സാക്ഷി അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ നേരിട്ട് കണ്ടു. സാക്ഷി പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. പക്ഷെ ആ ഒരു പയ്യനെ കൊന്നു കളഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെ ആ വീട്ടിൽ കുറച്ച് ദിവസം വേലക്കാരിയായിട്ട് അവൾ ജോലി ചെയ്തായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ പയ്യന്റെ ചില മെഡിക്കൽ കണ്ടീഷൻസ് അറിയായിരുന്നു. അവന് ഒരു പ്രത്യേകതരം പൂവിന്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. എന്തായാലും ഇതോട് കൂടിയിട്ട് സാക്ഷിക്ക് ഒരു കാര്യം ഉറപ്പായി. അന്ന് അവൾ കൊല്ലാതെ വിട്ട ആ ചെറിയ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ തന്നെയാണ് ഇത്രയും നേരം സാക്ഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ബുള്ള്. അവൻ വെറുതെ ഒന്നുമല്ല വന്നിരിക്കുന്നത്, പക വീട്ടാൻ തന്നെയാണ്. എന്തായാലും ചെറിയൊരു പോരാട്ടത്തിന് ഒരുങ്ങണമെന്ന് സാക്ഷിക്ക് മനസ്സിലായി. പക്ഷെ അതിനു മുന്നേ ഒരു കാര്യം ചെയ്തു തീർക്കാണ്ട്. അതായത് ഇവരുടെ ഓഫീസിന്റെ മുന്നിൽ എപ്പോഴും ഒരു ലേഡി വന്ന് കരയല്ലോ, അവരുടെ മോളെ ആരോ കൊന്നെന്ന് പറഞ്ഞിട്ട് അതിലൊരു തീർപ്പ് എന്തായാലും ഉണ്ടാകണം. അപ്പൊ നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് ആ ലേഡിയുടെ മകളെ കൊന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഡ്രഗ് ഡീലേഴ്സ്, അവരുടെ ഡീറ്റെയിൽ ഇപ്പോൾ സാക്ഷി കളക്ട് ചെയ്യണം. എന്നിട്ട് നേരെ അവന്മാരെ തീർക്കാൻ അങ്ങോട്ടേക്ക് പോകണം. മാത്രമല്ല അതിന്റെ മുന്നേ തന്നെ മാനേജർ ആയിട്ടുള്ള ഊജിനോട് പറയുന്നുണ്ട്, അവർ കുറച്ചധികം ആൾക്കാരുണ്ടാവും, ഇതിന്റെ ഒരു പേഴ്സണൽ കൊട്ടേഷൻ ആണ്. സപ്പോസ് എന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കപ്പിനായിട്ട് നീ ആ ഒരു ബുള്ളിനെ അയക്കണം എന്ന് പറയണം. മാനേജർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ സാക്ഷി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ പറഞ്ഞ ആ ഡ്രഗ് ഡീലർ ഉണ്ടല്ലോ, അയാളെ ഓരോ ആളുകളായിട്ടും കറക്റ്റ് സ്കെച്ച് ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അയാളുടെ അടുത്തേക്ക് എത്തിയട്ടോ. എന്നാൽ എന്താണെന്നറിയില്ല, അയാൾ തയ്യാറായി നിൽക്കുകയായിരുന്നു ഇതുപോലെ സാക്ഷി വരുമ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരുന്നുണ്ട്. സാക്ഷിക്ക് ഇപ്പോൾ അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ സാക്ഷി ഇപ്പോൾ മാനേജറെ വിളിച്ചിട്ട് പറയണം, വേഗം തന്നെ ബുള്ളിനെ അയക്കുന്നത്. എന്നാൽ മാനേജർ ഇപ്പോൾ കാല് മാറുകയാണ്. അവനെ അയക്കാനൊന്നും പറ്റില്ല, അവൻ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പേയ്മെന്റ് ചോദിക്കും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന പറയാണ്. അതായത് മാനേജർ ചതിച്ചു എന്ന് സാക്ഷിക്ക് മനസ്സിലായി. പക്ഷേ ഈ മാനേജർ സംസാരിച്ച കാര്യം ആര് കേട്ടു? നമ്മുടെ ഇയോൺ കേൾക്കാണ്. ഇയോൺ അപ്പം തന്നെ പുള്ളിനെ കാര്യം വിളിച്ച് പറയുന്നുണ്ട്, പോയി സപ്പോർട്ട് കൊടുക്കുന്ന പറയാണ്. എന്നാൽ അപ്പോഴേക്കും സാക്ഷിയെ ആ ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ, അയാളുടെ ആൾക്കാരെ അടിച്ചൊരു പരുവാക്കി ഒരു കുഴിയെടുത്ത് നേരെ അതിൽ ജീവനോട് ഇട്ട് മൂടുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ഡ്രഗ് ഡീലർ ഒരു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ആർക്കാന്നറിയോ? ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ മാനേജർ ആയിട്ടുള്ള വൂജിന്. എന്നിട്ട് വൂജിനോട് ഇയാൾ ചോദിക്കണം, നീ എന്തൊക്കെ ബിൽഡപ്പാണ് തന്നത്? എന്നെ കൊല്ലാനായിട്ട് ഒരു കില്ലാടി വരുന്നുണ്ടെന്ന്. എന്നിട്ടോ വന്നത് 60 വയസ്സുള്ള ഒരു തള്ള. എന്തായാലും അതിനെ അടിച്ചുകൂട്ടി ജീവനോടെ ഞങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്താണ് ബൈക്കിങ്ങനെ റേസ് ആവുന്നൊരു സൗണ്ട് കേൾക്കുന്ന കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡുകൾ കൊണ്ട് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, ബുള്ളായിരുന്നു. ബുള്ള് വന്നതും ചെറപറ ഒരുത്തിനും മനസ്സിലാവുന്നില്ല എന്ത് ഇവിടെ സംഭവിക്കുന്നത്. അത്രയും വേഗത്തിൽ ഓരോന്നിനും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജീവനോടെ കുഴിച്ചു മൂടിയ സാങ്ഷിയെ അവനിപ്പോ ആ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ എന്താ ചെയ്യാന്ന് പറയണല്ലോ, ആ ഒരു ഡ്രഗ് ഡീലറുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയാണ്. എന്തായാലും ഈ ഫൈറ്റ് കഴിഞ്ഞതോട് കൂടിയിട്ട് സാക്ഷി ആകെ ടയേർഡ് ആവുകയാണ്. സാക്ഷിയെ വീട്ടിലേക്ക് ഉണ്ടാക്കാന്ന് ബുള്ളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു വീടിന്റെ അടുത്തേക്ക് എത്തി. ഇപ്പൊ ബുള്ളിനോട് സാക്ഷി പറയണത്, നീ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തല്ലേ, വാ വീട്ടിലേക്ക് പോവാം, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ സാക്ഷിയുടെ കൂടെ ബുള്ള് പോവാണ്. പിന്നീട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ചില കാര്യങ്ങൾ സാക്ഷി ബുള്ളിനോട് പറയാം. എനിക്കൊരു 20 വയസ്സുള്ള സമയത്ത് അവശയായി റോട്ടിൽ കിടന്നപ്പോഴാണ് റേയോ എന്നെ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഓർഗനൈസേഷനിൽ ചേർക്കുന്നത്. അവനെയും അവന്റെ ഫാമിലിയും ഞാൻ എന്റെ സ്വന്തം ഫാമിലിയെ പോലെ കണ്ടു. അവരൊരുപാട് സ്നേഹിച്ചു. അവന്റെ കൂടെ പോയി ഒരുപാട് പേരെ തീർക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ മരണസമയത്ത് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഈ ലൈഫിൽ ആരെയും മനസ്സോട് സ്നേഹിക്കാൻ പാടില്ല, ഒരുത്തനോടും മനസാക്ഷിയും കാണിക്കാൻ പാടില്ല. അവൻ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഞാൻ കേട്ടു. പിന്നീട് എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ വന്നു, എല്ലാത്തിനെയും ഞാൻ നന്നായിട്ട് ഡീൽ ചെയ്തു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛന് മാത്രമുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു മിഷൻ എനിക്ക് കിട്ടി. അതായത് ആ അച്ഛനെ കൊന്നു കളയാനായിട്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയി അവരുടെ കൂടെ കുറച്ചു കാലം താമസിച്ചു, ഒരു വേലക്കാരിയായിട്ട്. നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അയാളെ ഞാൻ കൊന്നുകളയും ചെയ്തു. ഞാൻ അയാളെ
അയാളെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് തന്നെ അയാളുടെ മകൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അതുപോലെ തന്നെ ആ മകന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു പൂവിൽ അലർജി ഉണ്ട്. ബുൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് സാങ്ഷി പറയാണ്. അതായത് അന്ന് ഞാൻ കൊന്ന ആ ആളുടെ മകനാണ് നീ വെറുതെ അല്ല ഇങ്ങോട്ടേക്ക് വന്നത്, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ. പക്ഷെ ഒരിക്കലും നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം എന്താണെന്നറിയോ, നീ കഴിച്ച ഭക്ഷണത്തിൽ ഞാൻ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ തന്നെ പതിയെ ബുൾ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പൊ അവനെ നോക്കിയിട്ട് സാങ്ഷി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് മനസാക്ഷിയില്ല, ദയയില്ല, കരുണയില്ല, അതെല്ലാം പണ്ടേ എന്റെ ഉള്ളിൽ നിന്നും പോയതാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ ബുള്ളിന്റെ ബോധം പൂർണ്ണമായിട്ടും പോവാണ്. ഇപ്പൊ അവനെ തൂക്കിയെടുത്ത് ഒരു കാറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ കാർ ഓടിച്ചുകൊണ്ട് സാങ്ഷി അവിടെ ഉണ്ടായിരുന്ന ഒരു കോറിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. സ്പീഡിൽ ഓടിച്ചു പോയ ആ ഒരു കാർ നേരെ കോറിയിലേക്ക് എത്താനായപ്പോ സാങ്ഷി അതിന് ചാടി ഇറങ്ങുകയാണ്. ബോധമില്ലാത്ത ബുള്ളുമായിട്ട് ആ കാർ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. വെള്ളത്തിൽ പോയ ബുൾ അതിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം സാങ്ഷി നേരെ വരുന്നത് മാനേജറെ കാണാനാണ്. കണ്ടപാട് തന്നെ അവന് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കത്തി എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ചിട്ട് പറയാണ്, ഇത്തവണ കൂടെ ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്. ഈ ഓർഗനൈസേഷൻ അതെന്തിനാണോ തുടങ്ങിയത് ആ രീതിയിലായിരിക്കണം ഇനി ഇത് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് പോവാണ്. കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വരും. ഇപ്പൊ നിന്നെ വെറുതെ വിട്ടല്ലോ, അന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല, കഴുത്ത് ഞാൻ അറുത്ത് വിടുന്ന തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഈ മാനേജർ നന്നായിട്ട് പേടിക്കുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇയോൺ ഉണ്ടായിരുന്നു. ഇയോണിനോട് സാങ്ഷി ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്, സോ നീ ഇത് വിട്ട് പോയേക്ക്, മറ്റൊരു നല്ല ജോലി പോയി ചെയ്തോ എന്ന് പറയണം. അങ്ങനെ 1-2 ദിവസം കഴിയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ വെറ്റിനറി ഡോക്ടറെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മയും അതുപോലെ തന്നെ മോളും ഇവരെല്ലാവരും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടറുടെ മകളെ കാണാനില്ല. ആ നേരത്തെ ഇയാൾ ആകെ പേടിച്ച് വിറച്ചുപോയി. ഇയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. ഈ കാര്യം ഡോക്ടർ നേരി ചെന്നിട്ട് സാങ്ഷിയോട് പറയണം കേട്ടോ. ആദ്യം അവരോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നീട് സാങ്ഷി തന്നെ ആ ഒരു മെസ്സേജ് നോക്കിയ സമയത്ത് അത് സാങ്ഷിക്കുള്ള പണിയായിരുന്നു. ആ കുട്ടിയെ വേണമെങ്കിൽ ആ പറയുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല മെസ്സേജ് അയച്ചത് ആരായിരിക്കും, മറ്റാരുമല്ല ബുള്ള് തന്നെ. ബുള്ളിനെ ആ ഒരു കോറിയിലേക്ക് ഇട്ടെങ്കിലും അവൻ മരിച്ചിട്ടില്ലായിരുന്നു, അവൻ രക്ഷപ്പെട്ടു. ബുള്ളിന് ഇപ്പോൾ സാങ്ഷിയെ കിട്ടണം. സോ അവൻ പ്രിപ്പയർ ആയിട്ട് തന്നെ അവിടെ ഇരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് പോകാൻ തന്നെ സാങ്ഷി തീരുമാനിക്കുകയാണ്. കാരണം ഈ ഡോക്ടറും അവരുടെ മകളും ആ കുടുംബത്തിനൊന്നും പറ്റാൻ പാടില്ല എന്നൊരു വാശി സാങ്ഷിക്കുണ്ട് കേട്ടോ. കാരണം അവരോട് എന്തോ ചെറിയൊരു ഇഷ്ടം ഈ സാങ്ഷിക്കുണ്ട്. പിന്നീട് സാങ്ഷി നേരെ പോകുന്ന വീട്ടിലേക്കാണ്. അവരുടെ എല്ലാ ആയുധങ്ങളും തയ്യാറാക്കി വെക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു നായിക്ക് തീരെ വയ്യാതായിരുന്നല്ലോ, അത് അധികം വൈകാതെ അവിടെ കിടന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പതിയെ അതിനൊന്നും തലകൊടിയിട്ട് എല്ലാ ആയുധങ്ങളും തയ്യാറാക്കി ബുൾ പറഞ്ഞ ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് സാങ്ഷി ചെല്ലുകയാണ്. എന്നാൽ കാർ കൊണ്ട് സാങ്ഷി അവിടെ എത്തിയപ്പോ തന്നെ കാറിന് നേരെ വെടിവെപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ തന്നെ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആള് മരിച്ചു പോവാണ്. പക്ഷേ അത് സാങ്ഷി ആയിരുന്നില്ല. ഇതുപോലൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഇതിന് പറ്റിയ കുറച്ച് ആൾക്കാർ വേണമല്ലോ. സോ അങ്ങനെ കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്തായിരുന്നു. അതിലൊരുത്തനായിരുന്നു ഈ വെടി കൊണ്ടത്. എന്നാൽ ഈ ഗ്യാപ്പിന് ഈ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്തൂടെ സാങ്ഷി ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ ബുള്ളിന്റെ ഓരോ ആൾക്കാരെ കൊന്നുകൊണ്ടാണ് അതിന്റെ ഉള്ളിലേക്ക് സാങ്ഷി കയറുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ബുള്ള് മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അവന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ മാനേജർ വൂജിനും ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ആൾക്കാരെ വളരെ നിസാരമായിട്ട് തന്നെ സാങ്ഷി എതിരിടുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ സാങ്ഷിക്ക് കീഴടങ്ങേണ്ടി വന്നു. കാരണം എന്താണെന്നറിയോ, ഈ ബുള്ള് ഒരു മനസാക്ഷി ഇല്ലാത്തവനാ. ഇവൻ ഒരു ചാക്കില് ആ പെൺകുട്ടിയെ, അതായത് ഡോക്ടറുടെ മകളെ ഇട്ട് വലിച്ചങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് പറയാണ്, സാങ്ഷി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഈ പെണ്ണിനെ കൊല്ലുന്നു. ആ ചാക്ക് അങ്ങോട്ടേക്ക് വലിച്ചിടുകയാണ്. മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് സാങ്ഷി അവരുടെ മുന്നിലേക്ക് വരികയാണ്, കീഴടങ്ങുകയാണ്. ഇപ്പൊ അവളെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. ഇതേ നേരത്തിന്റെ മാനേജർ വൂജിന് സാങ്ഷിയെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താടി വിചാരിച്ചത്, പെരട്ടത്തള്ളെ, എന്നെ അങ്ങോട്ട് കൊന്നു കളയാന്നോ? നിന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിന്റെ മുന്നിൽ ഇങ്ങനെ അടിമയെ പോലെ നിൽക്കണല്ലേ, നടക്കില്ല. നീ പറയുന്നത് പോലെ ഈ ഓർഗനൈസേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും. ഇനി ചോദിക്കുക നീ എന്നല്ല ഒരുത്തനും വരില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ വെച്ച് ഞങ്ങൾ ഇപ്പൊ നിന്നെ തീർക്കാൻ പോവുക. ഇനി ഞാനും ഇവനും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഈ പരിപാടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ഒരുപാട് കാശ് ഉണ്ടാക്കും. ഇപ്പൊ ബുള്ള് ഒരു കാറിന്റെ ചാവി കൊടുത്തിട്ട് ഈ മാനേജറോട് ഇവിടുന്ന് പോകാൻ പറയണം. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയണം. എന്തായാലും മാനേജർ ഈ തള്ള ചാവാൻ പോകണല്ലോ. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ തുള്ളിച്ചാടി നേരെ കാറിൽ പോയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തതും കാർ ഒരേറ്റ പൊട്ടലാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ അപ്പം തന്നെ മാനേജർ വൂജിൻ കത്തി കരിയുന്നുണ്ട് കേട്ടോ. ബോംബ് വെച്ചത് മറ്റാരുമല്ല, ബുള്ള് തന്നെയാണ്. മാനേജർ ബുള്ളിനെ ഒന്നുകൂടെ മനസ്സിലാക്കാണ്ടായിരുന്നു. അവൻ അങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന ജാതിയൊന്നുമല്ല, ആരുടെ കീഴിലും വർക്ക് ചെയ്യുന്നവനുമല്ല. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് സാങ്ഷി ഒരു കത്തി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബുള്ളിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ അവന്റെ വയറ്റത്തേക്ക് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. കുത്തുകൊണ്ട് ബുള്ള് അവിടെ വീഴുന്നുണ്ട്. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ സാങ്ഷിയെ നോക്കിയിട്ട് പറയാണ്, പ്ലീസ് എന്നെ ഒറ്റയടിക്ക് കൊല്ലല്ലേ, എനിക്കൊരു കാര്യം പറയാണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്, എന്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം വീട്ടാനാണ് ഞാൻ വന്നതെന്നോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്റെ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയോ? എന്റെ അമ്മ പോയേ പിന്നെ ഒരു പട്ടിയെ പോലെയായിരുന്നു എന്റെ അച്ഛൻ എന്നെ നോക്കിയേ. ദിവസവും അടിക്കും, ഒരുപാട് മർദ്ദിക്കും. കുട്ടിയായിരുന്നു ഞാൻ. ആ വീട്ടിൽ കിടന്ന് നരകിക്കുന്ന സമയത്താണ് സാങ്ഷി നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നത്. വീട്ടു
ജോലി ചെയ്യാനാണെന്നും പറഞ്ഞു. പക്ഷെ ആ വീട്ടിലെത്തിയിട്ട് നിങ്ങളൊരു വേലക്കാരിയെ പോലെ ആയിരുന്നില്ല നിന്നത്. നിങ്ങൾ എന്നെ നന്നായിട്ട് നോക്കി. എനിക്ക് കിട്ടാത്ത എന്റെ അമ്മയുടെ സ്നേഹം നിങ്ങൾ തന്നു. അതെല്ലാം അഭിനയാണെങ്കിലും എന്റെ ആ ഒരു കുഞ്ഞു മനസ്സിന് അന്ന് അത് വലിയൊരു ആശ്വാസമായിരുന്നു. പതിയെ പതിയെ ഞാൻ നിങ്ങളെ എന്റെ അമ്മയെ പോലെയായിരുന്നു കണ്ടത്. അന്ന് എന്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്റെ ലൈഫിലെ ഏറ്റവും നല്ല സമയം അതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ എന്റെ അച്ഛനെ കൊന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. ആ നേരത്ത് നിങ്ങളുടെ പിന്നാലെ വരെ ഞാൻ നോക്കിയതാ, എന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ എന്നെ അവിടെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹം വെറും പൊള്ളയായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തേടി വന്നത് എന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം വീട്ടാനല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. നിങ്ങളുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടുള്ള വാശിയും ദേഷ്യവും കൊണ്ട് അതെന്റെ ഉള്ളിൽ അങ്ങനെ കിടന്നു. നീറി കുറെ നാൾ ഞാൻ കഴിഞ്ഞു. പിന്നീട് നിങ്ങളെ തേടി കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതുപോലൊരു അസാസിനായിട്ട് ഞാൻ മാറിയത്. അവസാനം നിങ്ങളെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് നിങ്ങളെ കൊല്ലാൻ തോന്നിയില്ല സാക്ഷി. നിങ്ങൾ അന്ന് എനിക്ക് തന്ന അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ സാക്ഷി പിടുത്തം വിട്ടു പോവാണ്, വിറച്ചു പോവാണ്. അന്ന് ശരിക്കും ഈ ബുള്ളിന്റെ അച്ഛനെ കൊല്ലാന് ഒരു വേലക്കാരിയെ പോലെ അങ്ങോട്ടേക്ക് പോയതാണെങ്കിലും ശരിക്കും ആ ഒരു കുട്ടിയെ ഒരു അമ്മയെ പോലെ തന്നെ സാക്ഷി നോക്കിയായിരുന്നു. പക്ഷെ അവരുടെ ഗ്രൂപ്പിന്റെ നിയമങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. ഒരിക്കലും ആ ഒരു കുട്ടിയെ കൂട്ടി അവിടെ നിന്ന് പോകാനൊന്നും പറ്റില്ലായിരുന്നു. എന്തായാലും അവിടെ വീണ ബുള്ളിനോട് സാക്ഷി പറയുന്നുണ്ട്, പൊന്നുമോനെ നിനക്ക് എന്നോട് ഒരു വട്ടെങ്കിലും ഈ ഒരു കാര്യം പറയായിരുന്നില്ലേ? ഉള്ളിൽ ഒരു തരി പോലും മനസാക്ഷി ഇല്ലാന്ന് വിചാരിച്ച സാക്ഷിയുടെ ഉള്ളിൽ ആ സമയത്തൊന്നും പെട്ടഞ്ഞു പോകുന്നുണ്ട്. കൂടുതലൊന്നും പറയാൻ കഴിയാതെ ബുൾ അവിടെ മരിച്ചു വീഴുകയാണ്. അതായത് അവനും അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല, ഒരുപാട് പേരെ കൊന്ന ആളല്ലേ ബുൾ. പക്ഷെ എന്തോ ബുള്ള് മരിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷിയുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ പിടയുന്നുണ്ട്. എന്തായാലും അവന് വേണ്ട രീതിയിൽ തന്നെ അവന്റെ എല്ലാ ചടങ്ങുകളും സാക്ഷി ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ ആ ഒരു ഓർഗനൈസേഷൻ അതിപ്പോഴും റൺ ആവുന്നുണ്ട്. അതിന്റെ തലപ്പത്ത് ഇപ്പൊ സാക്ഷി തന്നെയാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന സാക്ഷി തന്നെയാണ്. അവരുടെ കൂടെ തന്നെ ഇയോണും ബാക്കി ചില ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പഴയ മാനേജറായിട്ടുള്ള വൂജിൻ ചെയ്തതുപോലെ അനാവശ്യമായിട്ടുള്ള കൊട്ടേഷൻ അതൊന്നും ഇനി എടുക്കില്ല. നീതി കിട്ടാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും ഇവരിനി ഓരോ ആൾക്കാരെയും കൊല്ലുക. ഇപ്പൊ തന്നെ ഒരു മിഷൻ കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ മാഷ് അവിടെയുള്ള പെൺകുട്ടികളെ പല രീതിയിലും അബ്യൂസ് ചെയ്യലാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. സോ അയാള് തീർക്കലാണ് ഇനി അടുത്ത മിഷൻ. ഇത് ചെയ്യാനായി അങ്ങോട്ടേക്ക് പോകുന്ന സാങ്ഷിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.